السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിലെ ഇഅ്തികാഫ് ദിനങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ച ദർസായിരുന്നു ഉസൂലു ദഅവത്തി സലഫിയ്യ എന്ന വിശ്വപ്രസിദ്ധമായ കിതാബ്. സലഫി ദഅവത്തിൻ്റെ അടിസ്ഥാനങ്ങളെ വിശദീകരിക്കുന്ന ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബർജിസ് റഹിമഹുള്ളയുടെ ഒരു കൊച്ചു കൃതി അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി. 10 അടിസ്ഥാനങ്ങളാണ് സലഫി ദഅവത്തിൻ്റെതായ അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. അതിൽ 7 അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 3 എണ്ണമാണ് എടുക്കാൻ ബാക്കിയുള്ളത്. 7-ാമത്തേത് ഒന്നുകൂടെ എടുക്കണം എന്ന് ആവശ്യം വന്നിട്ടുണ്ട്. അത് പ്രകാരം 7, 8, 9, 10 4 അടിസ്ഥാനങ്ങൾ കൂടി 2 ക്ലാസ്സിലായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് 2 അടിസ്ഥാനങ്ങളും ശേഷം ശനിയാഴ്ച ഉള്ള ക്ലാസ്സിൽ 2 അടിസ്ഥാനങ്ങളും, അങ്ങനെ 4 അടിസ്ഥാനങ്ങൾ 2 ക്ലാസ്സിലായി പൂർത്തീകരിക്കാം. അതിനുശേഷം പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാഖിദുൽ ഇസ്ലാം ഖവായിദുൽ അർബഅ എന്ന പ്രസിദ്ധമായ കിതാബ് 4 അടിസ്ഥാന ഖാഇദകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ കൃതിയാണ്. അത് എടുക്കാമെന്നാണ് ധാരണ ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ടാവാം. സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബർജിസ് റഹിമഹുല്ലാ. 38-ാമത്തെ വയസ്സിൽ ഒരു വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനാണ്. ചെറിയ പ്രായമാണ് ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിലും വലിയ അറിവ് അദ്ദേഹം നേടുകയും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ സൗദി ഗവൺമെൻറ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അതിൽ അദ്ദേഹം തനിക്ക് ചെയ്യാൻ കഴിയുന്നവ മാത്രം ഏറ്റെടുത്ത് അല്ലാത്തവയെല്ലാം ഒഴിവാകുകയും ദീനി ദഅവത്തും അതേപോലെ തദ്രീസ് അധ്യാപനവും ഒക്കെ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തു. വ്യത്യസ്തമായ വിഷയങ്ങൾ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ഒരു ഒട്ടകം ക്രോസ് ചെയ്ത് ആ ഒട്ടകത്തിനെ വാഹനം പിടിച്ച് ആ അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം എഴുതിയ കിതാബാണ് ഉസൂലു ദഅവത്തി സലഫിയ്യ, സലഫി ദഅവത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. അത് എഴുതാനുള്ള പശ്ചാത്തലമുണ്ട്. സലഫികളല്ലാത്തവർ സലഫികളാണ് എന്ന് അവകാശപ്പെടുകയും സലഫികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എപ്പോഴും സലഫിയത്തിൽ നിന്ന് തെറ്റിപ്പോയ വ്യത്യസ്തമായ മേഖലകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്നുമല്ല ശരി എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികളുടെ അധ്യാപനങ്ങളും അടിസ്ഥാനമാക്കി അദ്ദേഹം ക്രോഡീകരിച്ച ഒരു കൊച്ചു കൃതിയാണ് ഉസൂലു ദഅവത്തി സലഫിയ്യ. 10 അടിസ്ഥാനങ്ങളിലാണ് സലഫി പ്രബോധനം സ്ഥാപിതമായിട്ടുള്ളത് എന്ന് അദ്ദേഹം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അതിലെ
6 അടിസ്ഥാനങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്ന് ഓർമ്മയാകാൻ വേണ്ടി ചെറിയ രൂപത്തിൽ പറഞ്ഞു പോകണം. ഒന്നാമത്തെ അടിസ്ഥാനമായി അദ്ദേഹം സലഫി ദഅവത്തിൻ്റെ അസുലുകളിൽ ഒന്നാമത്തെ അടിസ്ഥാനമായി അദ്ദേഹം നമുക്ക് പ്രമാണമടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനമെല്ലാം അടിസ്ഥാനമാക്കി അദ്ദേഹം പഠിപ്പിക്കുന്ന അസുല് നമ്മൾ കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. വിശദമായി അന്ന് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ജസ്റ്റ് ഇത് പറഞ്ഞു പോവുക എന്ന് മാത്രം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ത്വലബുൽ ഇൽമി ശർഈ, ശർഈയായ അറിവ് പഠിക്കാനും അത് പഠിപ്പിക്കാനും ദീനിൽ അഗാധ ജ്ഞാനം നേടാനും പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നവരായിരിക്കും സലഫി അഖീദയുള്ള ആളുകൾ. അല്ലാത്തവർ പലപ്പോഴും അറിവിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ചില ദഅവത്ത് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങും, പക്ഷേ കാര്യമായി ദീന് പഠിക്കാറില്ല. എന്നാൽ സലഫിയത്തുള്ളവർ അങ്ങനെയല്ല. ആഴത്തിൽ മതം പഠിക്കുന്നു, അതിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നു. അതിനുവേണ്ടി സ്ഥാപനങ്ങളും ദർസുകളും സംവിധാനങ്ങളും പണ്ഡിതന്മാരും മുസാലിമീങ്ങളും എല്ലാം അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അത് സലഫിയത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. രണ്ടാമത്തെ അസുലായി അദ്ദേഹം പരിചയപ്പെടുത്തിയത് കേവലം പഠിക്കലും പഠിപ്പിക്കലും മാത്രമല്ല സലഫികൾ ശ്രദ്ധിക്കുക. അതിന് പകരം അത്തത്ബീഖുൽ ഇൽമി, ദീനിനെ അത്തത്ബീഖുൽ അമലി, ദീന് പ്രാവർത്തികമാക്കാൻ പ്രത്യേകമായി അവർ ശ്രമിക്കും. പഠിച്ച കാര്യം അമലാക്കി മാറ്റുക, അത് ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാതെ കേവലം പഠിപ്പിക്കുക അമൽ ചെയ്യാനില്ല എന്നാണെങ്കിൽ അത് സലഫിയത്തല്ല. നേരെ മറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നത് കൂടി പ്രധാനമാണ്. മുൻഗാമികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് ആ രംഗത്ത് നമുക്ക് മാർഗദർശനങ്ങൾ നൽകുന്നുണ്ട്. മൂന്നാമത് അദ്ദഅവത്തു ഇലല്ലാഹി തആല അലാ ബസീറത്തിൻ, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത് അലാ ബസീറ, ഖുർആൻ പഠിപ്പിച്ച പ്രകാരം ശരിയായ ബസീറത്തോടു കൂടി ശരിയായ ഉൾക്കാഴ്ചയോടുകൂടി പ്രമാണമടിസ്ഥാനമാക്കി അവർ ദഅവത്ത് നടത്തുന്നു. കേവലമായ ദഅവത്തല്ല, അവനവൻ്റെ യുക്തിയും അവനവൻ്റെ ബുദ്ധിയും നോക്കിയിട്ടല്ല ആളുകൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. ശരിയായ പ്രമാണം എന്താണോ പഠിപ്പിക്കുന്നത് ആ പ്രമാണപ്രകാരമുള്ള അമ്പിയാക്കളുടെ മാർഗത്തിൽ നിന്നുകൊണ്ടുള്ള പ്രബോധനമാണ് സലഫികൾ നിർവഹിക്കാറുള്ളത്. അങ്ങനെ നിർവഹിക്കുന്നവരെ സലഫിയായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. നാലാമതായി അൽ ഇഹ്തിമാമു ബി അഖീദത്തി സലഫ് ഇൽമൻ വഅമലൻ വതഅലീമൻ, സലഫുകളുടെ അഖീദ, മുൻഗാമികൾ വിശ്വസിച്ച വിശ്വാസകാര്യങ്ങൾ, അത് അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു, അത് പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അത് അമലാക്കി മാറ്റുകയും ചെയ്യുന്നു. നമുക്ക് തോന്നിയ അഖീദയല്ല, ആരെങ്കിലും വ്യക്തികളുണ്ടാക്കിയ അഖീദയല്ല, ഏതെങ്കിലും പാർട്ടി തീരുമാനിക്കുന്ന അഖീദയല്ല. നേരെ മറിച്ച് അഖീദത്തു സലഫ് സ്വാലിഹീങ്ങളുടെ അഖീദ, സ്വഹാബത്തിൻ്റെ താബിഈങ്ങളുടെ തബഉ താബികളുടെ അഖീദ എന്തായിരുന്നുവോ ആ അഖീദയാണ് അവരും അഖീദയായി സ്വീകരിക്കുക. അതവർ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അത് അമലാക്കി മാറ്റുകയും അഥവാ തങ്ങളുടെ വിശ്വാസം അങ്ങനെയാക്കി മാറ്റുകയും ചെയ്യുന്നു. അതാണ് നാലാമത്തെ അടിസ്ഥാനം. അഞ്ചാമത്തെ അസുലായി അദ്ദേഹം പരിചയപ്പെടുത്തിയത് അൽ ഇഹ്തിമാമു ബിസ്സുന്നത്തിൻ നബവിയ്യ, പ്രവാചക സുന്നത്തിന് വലിയ ശ്രദ്ധ അവർ നൽകുന്നു. അത് പ്രാവർത്തികമാക്കുവാനും അതിലേക്ക് ആളെ ക്ഷണിക്കുവാനുമുള്ള പ്രത്യേകമായ താല്പര്യം അവർ കാണിക്കുകയും ചെയ്തു. നബിതങ്ങളുടെ ചര്യയെ സ്നേഹിക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രകാരം അമൽ ചെയ്യാൻ ശ്രദ്ധിക്കുകയും ആ സുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത് സലഫി അഖീദയുടെ സലഫി അസ്ലിൽപ്പെട്ട ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസുലായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. അതാണ് അഞ്ചാമത്തെ അടിസ്ഥാനമായി പറഞ്ഞത്. ആറാമത്തെ അടിസ്ഥാനം അൽ ഇർതിബാത്തുൽ വസീഖു ബി ഉലമാഇസ് സുന്ന, അഹ്ലുസുന്നയുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ, ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും അവരുമായി അഭേദ്യമായ ബന്ധം സലഫികൾക്കുണ്ടാവും. സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ മുതൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ളവർ, ഇമാം അഹ്മദ് ഹംബൽ, ഇമാം ഷാഫി അടക്കമുള്ള ആദ്യകാല പണ്ഡിതന്മാർ, പിന്നീട് ആ വഴിയിൽ വന്ന ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം, അതേപോലെയുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ, ഇനി ഈ കാലത്താണെങ്കിലും ജീവിച്ചിരിപ്പുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ആ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ചില തസ്കിയത്തുകളും എല്ലാം സ്വീകരിച്ചുകൊണ്ടുമാണ് പ്രവർത്തനങ്ങൾ അവർ ആസൂത്രണം ചെയ്യുക. അല്ല പണ്ഡിതന്മാരും നോക്കണോ പോട്ടെ നമുക്കാണ് ആലോചിച്ചുണ്ടാക്കാം എന്ന് പറയുന്ന രീതി സലഫികളുടെ രീതിയല്ല.
പണ്ഡിതന്മാരുമായുള്ള നല്ല ബന്ധം അവർ കാത്തു സൂക്ഷിക്കും. ഇതാണ് ആറാമത്തെ അസുലായി അദ്ദേഹം പരിചയപ്പെടുത്തി. ഇത് ആറും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദമായി വിശദീകരിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഏഴാമത്തെ അസുൽ ആരംഭിക്കാം. അൽ അസ്ലു സാബിഅ, ഏഴാമത്തെ അടിസ്ഥാനം അൽ ഇബ്തിആദു അനിൽ ഹിസ്ബിയ്യാത്തി വൽ ജമാഅത്തിൽ ഇസ്ലാമിയ്യത്തി സിർരിയ്യ, അഥവാ ഹിസ്ബിയ്യത്ത് കക്ഷിത്വങ്ങൾ ഉണ്ടാവുകയില്ല. സംഘടനയുടെ പേരിൽ പാർട്ടിയുടെ പേരിലുള്ള കക്ഷിത്വങ്ങൾ അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു. വൽ ജമാഅത്ത് ഇസ്ലാമിയ്യ അസ്സിർരിയ്യ, സ്വകാര്യമായ നിഗൂഢമായ ഇസ്ലാമിക സംഘടനകൾ, അതുമായി അവർക്ക് ബന്ധമുണ്ടാവുകയില്ല. എല്ലാം ഓപ്പൺ ആയിരിക്കും. എവിടെ പറയാനുള്ളതും ഒന്നായിരിക്കും. പുറത്ത് പറയാനുള്ളതും അകത്ത് പറയാനുള്ളതും ഒന്ന് തന്നെയാണ്. ഖുത്ബയിൽ വേറെ കാര്യവും പൊതുസ്ഥലത്ത് വേറെ കാര്യവും അങ്ങനെ ഒന്നില്ല. രഹസ്യങ്ങളില്ല. ഇതൊക്കെ പറയാനുള്ളത് എവിടെയും പറയാം. രഹസ്യ സ്വഭാവമുള്ള സംഘടനകൾ, ആരും അറിയാത്ത കേഡർ പാർട്ടികൾ, ആ വക സംവിധാനങ്ങൾ സലഫിയത്തല്ല. അവർക്ക് അതിനർത്ഥം എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം വേറെ ചില അജണ്ടകൾ ഉണ്ടെന്നാണ്. പുറം ലോകത്ത് അറിയാൻ പറ്റാത്ത, പുറത്ത് പറയാൻ പറ്റാത്ത, ആളുകൾ കൂടുന്നേരത്ത് പറയാൻ പറ്റാത്ത എന്തോ ചിലത് അവർക്കുണ്ട്. മടച്ചു വെക്കാവുന്ന ചിലതൊക്കെ ഉണ്ട്. അത് അവരുടേതായ ചില വൃത്തങ്ങളിൽ മാത്രമേ അവരിത് പറയുകയുള്ളൂ. പുറത്ത് പറയില്ല. പുറത്ത് മറ്റൊരു മുഖം കാണിക്കും എന്നാണെങ്കിൽ അത് സലഫികളുടെ ലൈനല്ല. അത്തരം സ്വകാര്യമായ സംവിധാനങ്ങൾ, സ്വകാര്യമായ ജമാഅത്തുകൾ, അത് സലഫികൾക്കില്ല. അതാണ് ഏഴാമത്തെ അടിസ്ഥാനം. അദ്ദേഹം അത് വിശദമായി വിശദീകരിക്കും. നഹ്നു നുശാഹിദു വനറ ജമാഅത്തിൻ തൻശഖു അൻ ജമാഅത്തിൽ മുസ്ലിമീന ശർഇയ്യ ബിമാ ലദൈഹാ മിൻ അഫ്കാരിൻ വഅൻദിമ, ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അതിൽ നിന്ന് വിട്ടുകൊണ്ട് ചില സ്വകാര്യമായ സംഘടനകളെ, സ്വകാര്യമായ ചില സംവിധാനങ്ങളെ ഉണ്ടാക്കി ഭിന്നിച്ചു പോകുന്ന ആളുകളെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ആ രീതികൾ ശരിയല്ല. കാരണം അവർക്കെല്ലാം ഉള്ളത് മിൻ അഫ്കാരിൻ വഅൻദിമ, അവരുടേതായ ചില ചിന്തകളും അവരുടേതായ ചില വ്യവസ്ഥകളും അവർക്കുണ്ടാകും. അത് നടപ്പാക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ലേബിതൊക്കെ മാറി ഒരു വേറെ തന്നെയായി പോകുന്നു. കാരണം അവർക്ക് അവരുടേതായ ചില അജണ്ടകൾ നടപ്പാക്കാനുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത, ആളുകൾ കേൾക്കാൻ പറ്റാത്ത, അവിടെ പറയാൻ പറ്റാത്ത ചില സംഘങ്ങൾ അവർക്കുണ്ടാകും. അത്തരം സംഘങ്ങൾ അവർക്കെല്ലാമുള്ള പൊതുവായ കാര്യമായിരിക്കും. മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ വെറുക്കുകയും ആ ഉമ്മത്തിനെയൊക്കെ ഒഴിവാക്കുക, അതൊന്നും ശരിയല്ല, അത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് അവരൊക്കെ മൊത്തം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടേതായ വേറെ ചില അജണ്ടകൾക്ക് വേണ്ടി സംഘടിക്കുന്ന ശൈലികൾ, അതൊരിക്കലും സലഫിയായ ശൈലി അല്ല എന്നർത്ഥം. അത് അദ്ദേഹം പേരെടുത്തു പറഞ്ഞതാണ്. ഒന്ന് വമിൻ ഹാദിഹിൽ ജമാഅത്തി, ഇത്തരം സംഘങ്ങളിൽ പെട്ടതാണ് ജമാഅത്തുൽ ഇഖ്വാനുൽ മുസ്ലിമീൻ, ഇഖ്വാനുൽ മുസ്ലിമീൻ സംഘങ്ങൾ, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേര് അറിയപ്പെടുന്ന ഇഖ്വാനുൽ മുസ്ലിമീൻ സംഘം. വജമാഅത്തു തബ്ലീഗ് വഹിസ്ബി തഹ്രീരി, തബ്ലീഗ് ജമാഅത്തു തബ്ലീഗ്, തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകൾ, അതേപോലെ ചില സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ചില സംഘങ്ങൾ, ഇതൊക്കെ ഇത്തരം സംഘങ്ങളുടെ ഭാഗമാണ്. എന്നാൽ അഖൂലു വദിൽ അസഫ്, അദ്ദേഹം പറഞ്ഞു, ഞാനും കൂട്ടത്തിൽ പറയട്ടെ വേദനയോടുകൂടി, യൂജദു മൻ ജഅല സലഫിയ്യത ഹിസ്ബൻ കഹാദിഹിൽ അഹ്സാബ്, ഇതുപോലെ കേവലം ഒരു കക്ഷിയായി സലഫിയത്തിനെ മാറ്റുന്നവർ ഇന്നുണ്ട് എന്നുള്ളത് വേദനാജനകമാണ്. ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം സലഫി, അതിന് മെമ്പർഷിപ്പില്ലേ ഓൻ സലഫി അല്ല, ഓനെ അഖീദ എത്ര ശരിയാണെങ്കിലും ഓനെ നമ്മൾ അംഗീകരിക്കൂല എന്ന് പറയുന്ന കക്ഷിത്വം അത് ശരിയല്ല, അത് പാടില്ല. സംഘടന ഉണ്ടാക്കാം, അത് സംവിധാനം മാത്രമാണ്, അത് സംവിധാനം മാത്രം, ദൈവത്തിന് വേണ്ടിയുള്ള സംവിധാനം മാത്രം. ആ സംഘടന മെമ്പർഷിപ്പ് എടുത്താലേ മാത്രമേ ഓൻ സലഫിയാവുള്ളൂന്നോ, അതിന് മെമ്പർഷിപ്പില്ലാത്തവന് എത്ര നല്ല അഖീദ സ്വീകരിച്ചാലും ഓന് സലഫിയായി സ്വീകരിക്കൂല എന്നോ പറയാൻ പാടില്ല. അതിന് മെമ്പർഷിപ്പ് ഉള്ളവനാണെങ്കിൽ ഓന് എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാനും പറ്റില്ല. അത് പാടില്ല, അത് സലഫികളുടെ രീതിയല്ല. ഇങ്ങനെയുള്ള സംഘങ്ങളെപ്പോലെ മറ്റൊരു സംഘമായി സലഫിയത്തിനെയും മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. സലഫിയത്തതല്ല, സലഫിയത്ത് പാർട്ടിൻ്റെ കുത്തകയല്ല, ഒരു സംഘടനയുടെ കുത്തകയല്ല, അത് ഒരു അഖീദയാണ്, അത് നിലപാടാണ്. ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, മുൻഗാമികൾ സ്വീകരിച്ചു പോന്ന ഒരു നിലപാടാണ് സലഫിയത്ത് എന്നുള്ളത്. അല്ലാതെ അത് ആരെങ്കിലും ഒരാൾ രജിസ്റ്റർ ചെയ്ത ഒരാൾ സംഘടന ഉണ്ടാക്കിയാൽ ആ സംഘടനയ്ക്ക് മാത്രമേ സലഫിയത്ത്, അതില്ലാത്ത ഒരാൾ സലഫിയത്തില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെയൊന്നില്ല, അതൊരു കുത്തകയല്ല, അത് ആർക്കും സ്വീകരിക്കാം. ഇന്ന് വരെ സലഫിയത്ത് അറിയാത്ത ഒരാൾക്ക് ഇന്നത് മനസ്സിലായി ഉടലേക്ക് മടങ്ങാം. ഒരാൾ വിശ്വാസം പഴിച്ചു പോയി ഓരോ സലഫിയത്തിൽ നിന്ന് മാറിപ്പോകും. അല്ലാതെ
മറ്റു സംഘങ്ങളെപ്പോലെ, ഇഖ്വാനുൽ മുസ്ലിമീനെ പോലെ, ജമാഅത്ത് തബ്ലീഗ് പോലെ ഒക്കെ ഒരു സംഘടനയായി ആ സംഘത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നായി സലഫിയ്യത്തിനെ ചുരുക്കാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നാം റബ്ബിനോട് കാവൽ തേടുന്നു. അങ്ങനെ ആര് ചെയ്താലും അവരുമായി നമുക്കിട്ട് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ ആ ശർറിൽ നിന്ന് നമ്മൾ കാവൽ തേടുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രത്യേകമായി ദുആ ചെയ്യുന്നു എന്ന് അദ്ദേഹം എടുത്തുതിരിക്കുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഒരു വാചകം, യഖൂൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഫഅമ്മൽ ഇൻതിസാബു അല്ലദി യുഫർരിഖു ബൈനൽ മുസ്ലിമീന വഫീഹി ഖുറൂജ് അൽ ജമാഅത്തി വൽ ഇഅ്തിലാഫി ഇലൽ ഫുർഖത്തി വസുലൂകി ത്വരീഖിൽ ഇബ്തിദാഇ വമുഫാറഖത്തി സുന്നത്തി വൽ ഇത്തിബാഇ ഫഹാദാ മിമ്മാ യുൻഹാ അൻഹു. മുസ്ലിമീങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോവുകയും എന്നിട്ട് പ്രത്യേകമായ ചില വേർതിരിവുണ്ടാക്കുകയും അത് തെറ്റായ വഴി ഉണ്ടാക്കുകയും ആ വഴിയിലൂടെ സ്വീകരിക്കാൻ പ്രവേശിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതികൾ അത് വിലക്കപ്പെട്ട കാര്യമാണ്, കുറ്റകരമാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പ്രത്യേകമായി എടുത്തു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ സംശയം ഉണ്ടാകും, എന്നാൽ പിന്നെ നമുക്ക് വേറെ പേര് പറയാൻ പറ്റുമോ? മുജാഹിദ്, സലഫി, നമ്മളെ ഭാഷ പറയാൻ നമ്മൾ വിസ്തം, അതിനൊക്കെ പേര് പറയാൻ പറ്റുമോ? അതിന് അടിസ്ഥാനമായി അദ്ദേഹം പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനാ ഫി കിതാബിഹി അൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ കിതാബിൽ റബ്ബ് നമുക്ക് വെച്ച പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. അതാണ് ഒന്നാമത്തെ പേര്. ഒന്നാമത്തെ നമ്മുടെ പേര് മുസ്ലിം. മാത്രമല്ല അത് ഹദീസിൽ വരികയും ചെയ്തു, മൻ ദഅ ദഅവൽ ജാഹിലിയ്യതി ഫഹുവ ജുസാഉ ജഹന്നം എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറയുകയും ചെയ്തു. ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ചില വാദങ്ങൾ, അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിലെ ചണ്ടിയായി മാറുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഇൻ സാമ വസല്ല, നബി ആ പറയുന്ന മനുഷ്യൻ അവൻ നിസ്കരിക്കുകയും അവൻ നോമ്പെടുക്കുകയും എല്ലാം ചെയ്യുന്നവനാണെങ്കിലോ, വഇൻ സല്ല വസ്വാമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവൻ നിസ്കരിക്കുകയും അവൻ നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നവനാണെങ്കിലോ, നബി തങ്ങൾ പറഞ്ഞു അതെ, വഇൻ സ്വാമ വസല്ല, അവൻ നിസ്കരിച്ചാലും ശരി നോമ്പെടുത്താലും ശരി, വലാകിൻ തസമ്മൗ ബിസ്മില്ലാഹ് അല്ലദീ സമ്മാകും ഇബാദല്ലാഹ് അൽ മുസ്ലിമീൻ മുഅ്മിനീൻ. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് വെച്ച പേരുണ്ട്, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈ പേര് നിങ്ങൾ സ്വീകരിക്കുക എന്ന് നബി തങ്ങൾ നിർദ്ദേശം നൽകി എന്ന ഹദീസ് അദ്ദേഹം അവിടെ എടുത്തു കൊടുക്കുന്നു. എന്ന് അദ്ദേഹം പറയുക, ഹാദിഹി തസ്മിയ, ഈ പേര്, ഏത് മുസ്ലിം മുഅ്മിൻ എന്ന പേര്, കാനത്ത് ഫീ സദറിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആ പേരാണ് ഉണ്ടായിരുന്നത്. വലാ യുഅറഫുൽ ഇൻതിസാബു ഇല്ലാ ഇലൽ ഇസ്ലാമി ആനദാക്, ആ കാലത്ത് ഇതല്ലാത്ത വേറെ പേരില്ല. നബിയുടെ കാലത്ത്, സ്വഹാബിയുടെ കാലത്ത് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്നുള്ള പേരേ ഉള്ളൂ, അല്ലാത്ത വേറെ പേര് അവർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഫലമ്മാ അത്തത്തിൽ ബിദ്അഉ വന്തശത്തിൽ അഹ്വാഹു വബതഅല കുല്ലു സാഹിബി ബിദ്അത്തിൽ ഇസ്ലാം, പിന്നീട് ബിദ്അത്തുകൾ വ്യാപകമായി വന്നു, ദേഹേച്ഛക്കാർ പ്രചരിച്ചു. എല്ലാ ബിദ്അത്തിന്റെ ആളുകളും അവരൊക്കെ ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിൽ നിന്ന് അവരൊക്കെ തെറ്റിപ്പോയി. എന്നാൽ അവരൊക്കെ വാദിക്കുന്നു ഓരൊക്കെ മുസ്ലിമീങ്ങളാണ്. ഖദരികളുണ്ടായി, ഷിയാക്കളുണ്ടായി, ഖവാരിജികളുണ്ടായി, ജഹ്മികൾ വന്നു, റാഫിദികൾ വന്നു, ജഅദികൾ വന്നു, ഖദരികൾ വന്നു, ഇങ്ങനെ തുടങ്ങി ധാരാളം സംഘങ്ങൾ ഇടക്കാലത്ത് കയറി വന്നു. അവരൊക്കെ ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയവരാണ്. അതേസമയം അവരൊക്കെ അവകാശപ്പെടുകയും ചെയ്യും അവരാണ് മുസ്ലിമീങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ശരിയായ മുസ്ലിമും അല്ലാത്ത മുസ്ലിം തമ്മിൽ വേർതിരിക്കാൻ മാർഗമില്ലാതായിപ്പോയി. ആ സമയത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ ലം യജിദ് സലഫുന അസ്സാലിഹു ബുദ്ദൻ മിൻ ഇൽഹാരി അൽഖാബിഹിം അശ്ശറഇയ്യ, മുൻഗാമികളായ സലഫു സ്വാലിഹികൾക്ക് ശറഇയായ ചില പേരുകൾ സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് മുസ്ലിം മുഅ്മിൻ എന്ന പേരിന് അപ്പുറത്ത് പുതിയ ചില പേരുകൾ ശരിയായ മുസ്ലിമീങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അതെന്തിനാണ്? അല്ലാത്തവർ ഇവിടെ ഉണ്ടാവുകയും അവരും മുസ്ലിമാണ് വാദിക്കുകയും ചെയ്യുമ്പോൾ അപ്പം പിന്നെ മുസ്ലിം പറഞ്ഞാൽ പോരാ. കാരണം മുസ്ലിം പറഞ്ഞാൽ അവരും മുസ്ലിമാണ്, നമ്മൾ മുസ്ലിമാണ്, ഏത് മുസ്ലിമാ മനസ്സിലാവില്ല. ഷിയാക്കൾ മുസ്ലിമാണ്, ഖവാരിജികൾ മുസ്ലിമീങ്ങളാണ്, ശരിയായ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളാണ്. അപ്പം മുസ്ലിമീങ്ങൾ എന്ന പേരുകൊണ്ട് മാത്രം ഇതിനെ വേർതിരിക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ അവർക്ക് നിർവാഹമില്ലാതായി. ആ സമയത്ത് അവർ ചില പേര് സ്വീകരിച്ചു. അല്ലത്തി തമയ്യസൂ ബിഹാ അമ്മൻ സിബാഹും
മിനൽ മുദല്ലീൻ. വഴിവഴിച്ചു പോയ ആളുകളിൽ നിന്ന് വേർതിരിച്ചറിയാവുന്ന പേരുകൾ അവർക്ക് സ്വീകരിക്കാതെ നിർവാഹമില്ലാതായി മാറി. ആ ഘട്ടത്തിൽ അവരുടെ പേരുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ അത് സലഫുകളുടെ മാർഗമാണ്. സലഫുകളായ മുൻഗാമികളുടെ മാർഗം തന്നെയാണ് പേരുകൾ സ്വീകരിക്കുക. എന്തിനാ പേര് സ്വീകരിച്ചത്? നമുക്കൊരു ഒരു ഐഡന്റിറ്റി ഉണ്ടാവാനല്ല, അല്ലാത്തവർ ഉണ്ടായി വരികയും അവർ മുസ്ലിമീങ്ങളായി രംഗത്ത് വരികയും ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പഠിപ്പിക്കണമെങ്കിൽ ഒരു അധികമായ ലഖബുകൾ, എന്തെങ്കിലും ഒരു ഐഡന്റിറ്റികൾ, ഒരു സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുക അല്ലാതെ മാർഗമില്ല. അങ്ങനെ വന്നപ്പോൾ സലഫു സ്വാലിഹീങ്ങൾ പേരുകൾ സ്വീകരിച്ചു. അങ്ങനെ അവർ പേര് സ്വീകരിച്ചു. ബിൽ അസ്മാഇൽ വാരിദത്തി ഫിൻ നുസൂസി, ഖുർആനിലും ഹദീസിലും വന്ന ചില പേരുകൾ അവർ സ്വീകരിച്ചു. ശരിയായ മുസ്ലിമീങ്ങളെ വേർതിരിച്ചറിയാനായി അള്ളാഹു മുസ്ലിം പരിചയപ്പെടുത്തിയ ചില പേരുകളുണ്ട്. ആ പേരുകൾ സ്വീകരിച്ചു. ഉദാഹരണം അൽ ജമാഅത്ത്, അൽ ജമാഅ ഹദീസിൽ വന്ന പേരാണ് അൽ ജമാഅ. വൽ ഫിർഖത്തുൻ നാജിയ വത്വായിഫത്തുൽ മൻസൂറ, ഇതൊക്കെ ഹദീസിൽ വന്ന വാക്കുകളാണ്. 72 വിഭാഗം നരകത്തിലും 1 സ്വർഗത്തിലുമാണെന്ന് പറഞ്ഞപ്പോൾ ആരാ നബിയെ സ്വർഗത്തിലുള്ളവർ എന്ന് ചോദിച്ചപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞതാണ് അൽ ജമാഅത്ത്, അത്വായിഫത്തുൽ മൻസൂറ, അൽ ഫിർഖത്തുൻ നാജിയ, മാ അന അലൈഹി വഅസ്ഹാബി. ഇതൊക്കെ നബി ഞങ്ങൾ ഉപയോഗിച്ച ചില ഐഡന്റിറ്റികൾ, ചില വിശേഷണങ്ങളാണ്. ഇത്തരം വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പേരുണ്ടാക്കി, അല്ലാതെ ഏതെങ്കിലും ആളെ പേരല്ല. ഇന്നാളുടെ അനുയായികൾ എന്ന് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു പറഞ്ഞാണ്. അപ്പൊ ജഹ്മികൾ പറഞ്ഞു, ഒരു പേര് ജഹ്മികൾ. കാരണം എന്താണ്? ജഹ്മി സഫ്വാൻ എന്ന ആളിലേക്ക് ചേർത്തിക്കൊണ്ട് ജഹ്മികൾ എന്നറിയാം. അതേപോലെ ജഅദികൾ, ജഅദ് ബിൻ ദിർഹം എന്ന പറയുന്ന ആളിലേക്ക് ചേർത്തിട്ടാണ് ജഅദികൾ എന്ന പേരുണ്ടായത്. അതേപോലെ ഓരോ പ്രത്യേകമായ വിശ്വാസം അത് പരിചയപ്പെടുത്താൻ വേണ്ടി പേരിടാം. ഖദരികൾ, ഖദറുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വിശ്വാസം കൊണ്ടുവരികയും അത് വേർതിരിച്ചറിയാൻ വേണ്ടി ഖദരികൾ എന്ന പേരിട്ടു. മുഅ്തസിലിയാക്കൾ, അഹ്ലുസുന്നത്തിന് വഴിമാറിപ്പോയ പുതിയ ചില ചിന്താഗതി സ്വീകരിക്കുകയും അതിനടിസ്ഥാനത്തിൽ മുഅ്തസിലിയുടെ പേര് പിരിക്കാലത്ത് വരികയും ചെയ്തു. ഷിയാക്കൾ, ഷിയത്തു അലി, അലിയുടെ കക്ഷികൾ എന്നതിനാണ് ഷിയ എന്ന് പേര് വന്നത്. അഹ്ലുസുന്ന അങ്ങനെ ഒരാളിലേക്ക് ചേർത്തിട്ട് പേരുണ്ടാക്കിയില്ല. ഇമാം ബുഖാരിന്റെ ആളുകൾ, ഇമാം ഷാഫിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെ പേരിൽ അവരാരും അറിയപ്പെട്ടിട്ടില്ല. അവരൊക്കെ അറിയപ്പെട്ടത് നിലപാടിന്റെ പേരിലാണ്. അല്ലാതെ ഇമാം ഷാഫി ആ നിലപാടുണ്ട് എന്നാൽ എന്ന് വെച്ചിട്ട് ഇവരൊക്കെ അവിടെ ഖദരിയാക്കളും ഷിയാക്കളൊക്കെ ഉണ്ടായപ്പോൾ എന്നാൽ ഞങ്ങൾ ഷാഫികളാണ് എന്ന് ഇമാം ഷാഫിന്റെ ആളുകൾ എന്ന് പറഞ്ഞോ? ഇല്ല. നേരെ മറിച്ച് അവർ സ്വീകരിച്ചത് തങ്ങളുടെ വിശ്വാസ നിലപാടുകളെ വേർതിരിച്ചറിയാവുന്ന ഖുർആനും ഹദീസും ഉപയോഗിച്ച വിശേഷണങ്ങൾ അടിസ്ഥാനമാക്കിയ പേരുകളാണ് അവർ സ്വീകരിച്ചത്. ഉദാഹരണം അൽ ജമാഅ, അൽ ജമാഅത്താണ്. ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ അവർ ആ കാലത്ത് ഉപയോഗിച്ച് പോന്നു. അതോടൊപ്പം കമാ തസമ്മു ഐദൻ ബിമൽ തസമു ബിഹി മിൻ അമലി ബിസ്സുന്നത്തി അല്ലതി നബദഹ ഗൈറുഹും, മറ്റുള്ളവർ ഒഴിവാക്കിയ സുന്നത്തുകളെ പ്രാവർത്തികമാക്കുന്നവർ എന്നതിനും ചില പേരുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം കസ്സലഫ്, സലഫുകൾ എന്ന പേര് അവർ അറിയപ്പെട്ടു. മൻഹജു സലഫ് അതിൽപ്പെട്ടാണ്. ത്വരീഖത്തു സലഫ്, മൻഹജു സലഫ് എന്നൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അല്ലാത്തവർ സലഫുകളെ ഒഴിവാക്കി. സഹാബികളെ ചീത്ത പറഞ്ഞു, സഹാബിമാർ കാഫിറാന്ന് പറഞ്ഞു, താബിഈങ്ങളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്ന ഷിയാക്കളും ഖവാരിജുകളും റാഫിദികളും ജഹ്മികളും ജബരികളും ജഅദികളും ഖദരികളും മുഅ്തസിലിയാക്കളും എല്ലാം സഹാബിമാരും താബിഈങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞവരാണ്. അപ്പൊ അവര് കൊണ്ടവർ, ആ സലഫുകളെ സ്വീകരിച്ചവർ എന്ന നിലക്ക് സലഫികൾ എന്ന് ആ കാലത്ത് ഉപയോഗിച്ചു. അപ്പോൾ ഒരു നിലപാട് വെച്ച് ഞങ്ങൾ പറയും അലാ മൻഹജ് സലഫ്, ഞങ്ങൾ സലഫിന്റെ മാർഗത്തിലാണ്. ഒരു വ്യക്തിയല്ല, സലഫുകളുടെ മാർഗത്തിലാണ് ഞങ്ങൾ. ത്വരീഖത്തു സലഫ്, സലഫുകളുടെ മാർഗം എന്ന് പറയും. അത് നിലപാടിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. സലഫുകളെ തള്ളുന്നവർ രംഗത്തുണ്ടാകുമ്പോൾ ആ സലഫുകളെ കൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന അർത്ഥത്തിൽ ആ പേര് ആദ്യകാലങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അഹ്ലുൽ ഹദീസ് എന്ന് പേര് ആ കാലത്തുണ്ട്. അഹ്ലുൽ ഹദീസ് ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾക്ക് ആ കാലത്ത് ഉപയോഗിച്ച് കാണാൻ പറ്റും. അഹ്ലുൽ ഹദീസ്. കാരണം എന്താണ്? ഹദീസ് വേണ്ട എന്ന് വാദിക്കുന്ന ആളുകളുണ്ടായി, ഹദീസ് തള്ളാൻ വ്യത്യസ്തമായി ന്യായം ഉണ്ടാക്കുന്ന ആളുകളുണ്ടായി. അപ്പൊ ഞങ്ങൾ ഹദീസിന്റെ ആൾക്കാരാണ്, അഹ്ലുൽ ഹദീസ്. ആ പേര് ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? നിലപാടിനെ വ്യക്തമാക്കാനാണ്. അതേപോലെ വാഹിലിൽ അസർ, ഇതേ അർത്ഥമാണ്. അസറിന്റെ ആളുകൾ, അസർ എന്ന് പറഞ്ഞാൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ. വാ അഹ്ലി സുന്നത്ത് വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. ഇതൊക്കെ അങ്ങനെ വന്നതാണ്. സുന്നത്ത് വേണ്ട എന്ന് വാദിക്കുന്ന ആളുകളുണ്ടായി, ജമാഅത്തിനെ സ്വഹാബത്തിന്റെ ഇത്തിഫാഖിനെ തള്ളിയവരുണ്ടായി. അപ്പോൾ ഇല്ല, ഞങ്ങൾ അത് സ്വീകരിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ അഹ്ലു സുന്നത്തി
വൽ ജമാഅ. അപ്പൊ അത്തരം പേരുകൾ സ്വീകരിക്കൽ സലഫിയത്താണ്, അത് തെറ്റൊന്നുമില്ല, അത് സലഫിയത്താണ്. പക്ഷെ പേര് സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് ചേർത്തിക്കൊണ്ടോ പ്രത്യേകമായ അവർ ഇസ്ലാമിൽ തെറ്റിപ്പോയ ചില വഴികൾ സ്വീകരിച്ചുകൊണ്ടോ അല്ല പേര് സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് വ്യതിരിക്തത ആവശ്യമുള്ളയിടത്ത് ആ പേര് വേണ്ടി വരും. അതെന്താണോ അവിടെ പേര് സ്വീകരിക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇസ്ലാഹികൾ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഫസാദായതിനെ നന്നാക്കൽ ഇസ്ലാഹ്, അത് ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നവർ എന്നൊക്കെ ഇസ്ലാഹികൾ എന്ന് പറയാം. സലഫികൾ, ഈ പറഞ്ഞ പോലെ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്നവർ എന്നെനിക്ക് പറയാം. ജിഹാദ് ചെയ്യുക ഹദീസ് പ്രയോഗിച്ച വാക്കാണ് ഈ വിഷയത്തിൽ. ഫമൻ ജാഹദഹും ബിയദിഹി വമൻ ജാഹദഹും ബിലിസാനിഹി വമൻ ജാഹദഹും ബിഖൽബിഹി എന്നൊക്കെ പ്രയോഗങ്ങൾ ഹദീസിൽ കാണാം. ആ ജിഹാദ് ചെയ്യുക എന്ന അർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറയാം. അല്ലാതെ ഒരു സംഘടന മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പേരിടാൻ പറ്റില്ല, അവിടെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സലഫിയത്ത് പ്രത്യേകം ഹിക്മത്തോടു കൂടി ദൈവത്തർത്ഥം ഹിക്മ എന്ന് ഉപയോഗിക്കാം. അതാണ് വിസ്തത്തിന്റെ അറബി ഹിക്മ. ഹിക്മത്ത് പ്രകാരം ദൈവത്തർത്ഥം ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ആ ഒരു ഐഡന്റിറ്റി സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ അത് പറ്റും. അതൊന്നും സ്വീകരിക്കണില്ല, അത് നോക്കുന്നില്ല, വെറുതെ പേരുണ്ടാക്കി എന്നാണെങ്കിലോ ആ പേരിന് അങ്ങനത്തെ പ്രസക്തി ഇല്ലതാനും. ഇത്തരം പേരുകൾ സ്വീകരിക്കാൻ വ്യത്യസ്തമായ കാരണങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ബക്കർ അബൂ സയ്യിദ് റഹിമഹുള്ളയുടെ ഒരു കിതാബ് ഹുക്മുൽ ഇന്തിമായി ഇലൽ ഫിറഖി വൽ അഹ്സാബി വൽ ജമാഅത്ത് ഇസ്ലാമിയ എന്ന കിതാബിൽ അദ്ദേഹം അത്തരം കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ ചിലത് എടുത്തു കൊടുക്കുക അവിടെ ചെയ്യുന്നത്. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന ഹാദിഹി നിസബ ലം തൻഫസിൽ അൻ ഉമ്മത്തിൽ ഇസ്ലാമിയത്തി മുൻദു തകവ്വുനിഹാ അലാ മിൻഹാജിൻ നുബുവ്വത്തി. ഈ ഇത്തരം ചേർക്കലുകൾ, ഇത്തരം പേര് പറയൽ, അതുകൊണ്ട് ആദ്യകാലം മുതൽ തുടർന്നു വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഇവൻ വേറിട്ട് പോകുന്നില്ല. അങ്ങനത്തെ പേരേ പറ്റുള്ളൂ. സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അടക്കമുള്ള സലഫു സ്വാലിഹീങ്ങൾ സ്വീകരിച്ച വിശ്വാസവും അവർ സ്വീകരിച്ച നിലപാടുകളും അവരെ മൻഹജുകളും അതിൽ നിന്നും വേറിട്ട് പോകാത്ത ഒരു പേരെ അവർ സ്വീകരിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റൊരങ്ങനെയല്ല. ഖദരികൾ സ്വീകരിച്ച അങ്ങനെയല്ല. ഓലക്ക് സ്വീകരിക്കാത്ത വിശ്വാസം ഖദർ സ്വീകരിച്ചപ്പോഴാണ് ഖദരികൾ എന്ന പേരുണ്ടായത്. അങ്ങനെയല്ല. നമ്മൾ സ്വീകരിക്കുന്ന പേരുകൾ സ്വഹാബത്ത് മുതലുള്ള ഇസ്ലാമിൻ്റെ ആളുകൾ, ആദ്യകാല ഉമ്മത്ത്, അവർ മുതലുള്ളവരൊക്കെ സ്വീകരിച്ചു പോകുന്ന വിശ്വാസ വഴികളിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരു പേരും സ്വീകരിക്കാൻ പറ്റില്ല. ആ വഴികളെ വ്യക്തമാക്കുന്ന, ആ വഴിയിലേക്ക് ചേർത്തി പറയുന്ന പേരുകളും ഒക്കെയാണ് വേണ്ടത്. ഇസ്ലാം, ഇസ്ലാമിനെ മൊത്തം ഉൾക്കൊള്ളുന്ന പേരുകളാണ് അവരെല്ലാം സ്വീകരിച്ചു പോകുന്നത്. ഇസ്ലാമിനെ മൊത്തം ഉൾക്കൊള്ളുന്ന അപ്പൊ സുന്ന, സുന്നത്തിന്റെ ആളുകൾ അതെല്ലാം ഉണ്ട്. അൽ ഫിർഖത്തുൻ നാജിയ അതെല്ലാം ഉണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഞങ്ങൾ ഖദറിൻ്റെ ആളുകൾ എന്ന് പറയാൻ പറ്റും. ഖദർ ശരിക്കുമ്പോൾ മറ്റൊരു ഖദർ ഇല്ല എന്നാൽ ഞങ്ങൾ അഹ്ലുൽ ഖദർ എന്ന് പേരിട്ടിട്ടില്ല. ഖദർ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെയല്ല പേരിട്ടത്. ഇസ്ലാമിനെ മൊത്തം ഉൾക്കൊള്ളുന്ന പേരുകളാണ് അവരെല്ലാം സ്വീകരിച്ചു പോകുന്നത്. മൂന്നാമത് അന്നഹ അൽ ഖാബുൻ, അതൊരു സ്ഥാനപ്പേരുകൾ മാത്രമാണ്. തിരിച്ചറിയാനുള്ള ഒരു ലഖബ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് വേറെ പുതിയ വിശ്വാസമോ പുതിയ നിലപാടുകളോ ഉണ്ടായി വരുന്നില്ല. അത് സ്ഥാനപ്പേര് മാത്രമാണ്. നാലാമത് മിൻഹാ മാ ഹുവ സാബിത്തുൻ ബിസ്സുന്നത്തി സ്വഹീഹ, അവയെല്ലാം സ്ഥിരപ്പെട്ട ഹദീസിൽ വന്ന നാമങ്ങളാണ് അവർ സ്വീകരിച്ചതെല്ലാം. വമിൻഹാ മാ ലം യബ്റുസ് ഇല്ലാ ഫീ മുവാജഹത്തി അഹ്ലിൽ അഹ്വാഇ ഫീ റദ്ദി ബിദ്അഇഹിം വളലാലാതിഹിം ലിതമയ്യുസി അൻഹും. ബിദ്അത്തുകളും വഴികേടുകളും വ്യാപകമായി വരുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാനും അതിൽ നിന്ന് മാറി നിൽക്കുവാനും അതിൽ നിന്ന് വേർതിരിച്ചറിയാനുമുള്ള പേരുകളായിക്കൊണ്ടാണ് ചിലതൊക്കെ പിന്നീട് വന്നത്. അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, അവരെ കൂടെ ഞങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള പേരുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി അഹ്ലുസുന്ന എന്ന പേര് ഉപയോഗിച്ച് അങ്ങനെയാണ്. സുന്നത്തെ തള്ളി പറഞ്ഞ് ബിദ്അത്തിന് ആളുകൾ വന്നപ്പോൾ ഇല്ല, ഞങ്ങൾ അഹ്ലുസുന്നയാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വേറിടാൻ വേണ്ടി ആകുന്നു. അഹ്ലുൽ ഹദീസ് വൽ അസ്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം അന്ന ഹാദിഹിൽ അൽഖാബ്, ഈ പേരുകളൊന്നും തന്നെ ലം തകുൻ ദാഇയതൻ ലഹും ലിതഅസ്സുബി ലിശഖ്സിൻ ദൂന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയോടും പക്ഷപാതിത്വം അവർ കാണിച്ചിട്ടില്ല. അവർക്കുള്ള പക്ഷപാതിത്വം നബിയോട് മാത്രമേ ഉള്ളൂ. നബി പറഞ്ഞോ ഞങ്ങൾ ചെയ്യും, നബി പറഞ്ഞതിനെതിരായിട്ട് ഞങ്ങളെ സംഘടന ആര് പറഞ്ഞാലും അത് സ്വീകരിക്കൂല എന്ന് പറയുന്ന കാലത്തോളം പ്രശ്നമില്ല.
നേരെ ഖുർആൻ ദിവസം നോക്കാൻ പറ്റില്ല. ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചെന്താണ്, സ്റ്റേറ്റ് പറ്റി എന്താ പറഞ്ഞത്, ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി എന്താ പറഞ്ഞത്, അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നാണെങ്കിലോ ആ പേരും പറ്റൂല, ആ സംഘടനയും പറ്റൂല. നേരെ മറിച്ച് നമുക്കുള്ള തഅസ്സുബ്, നമുക്കുള്ള പക്ഷപാതിത്വം അല്ലാഹു റസൂലോട് മാത്രമാണ്. റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് പ്രബോധനം ചെയ്യാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് ഏറ്റെടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായി. നമുക്ക് കൂടാം. ആ സംവിധാനം ഉണ്ടായി വന്നിട്ട് പിന്നെ പറയാണ് ഇനി ഹദീസും ആയത്തും നോക്കണ്ട, നമുക്ക് നമ്മുടെ സംഘടന തീരുമാനം നോക്കിയാൽ മതി എന്നാണെങ്കിലോ ഖലാസ് കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ ആ സംഘടന വിടും, നമുക്ക് ആവശ്യമില്ല. അതാണ് പഴയ കാലത്തുണ്ടായ പേരുകൾ മുഴുവനും. നബിയോട് മാത്രമേ തഅസ്സുബുള്ളൂ, അല്ലാതെ ഒരു വ്യക്തിയോടും പക്ഷപാതിത്വമില്ല. എത്ര വലിയ വ്യക്തി ആയിക്കോട്ടെ തെറ്റുപറ്റാം. മഅസൂമായ ആരുമില്ല അമ്പിയാക്കളല്ലാതെ. അതുകൊണ്ട് എത്ര വലിയ ആളാണെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ ആ അബദ്ധം നമ്മൾ ന്യായീകരിക്കൂല, ആ അബദ്ധം നമ്മൾ കൊണ്ടെടുക്കൂല. അത് അബദ്ധമാണ് എന്ന് സമ്മതിക്കാം. വ്യക്തി പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു കാര്യം അംഗീകരിക്കുന്നില്ല. അല്ലാഹു റസൂലും പറഞ്ഞത് എടുത്തു പറയുമ്പോൾ മാത്രമേ നമുക്കതിനോട് അംഗീകാരമുള്ളൂ. അതാണ് വേണ്ടത്. മറ്റൊന്ന് ആ പേരുകൾ ഒരു ബിദ്അത്തിലേക്ക് എത്തിക്കാനും പാടില്ല. ആ പേരോട് പിന്നെ അതൊരു ബിദ്അത്തായി മാറുക, അതും ഉണ്ടാകാൻ പാടില്ല. വലാ ഇലാ മഅസിയത്തിൻ, ഒരു പാപത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. വലാ ഇലാ അസബിയ്യത്തിൻ ലിശഖ്സിൻ വലാ ഇലാ അസബിയ്യത്തിൻ ലിത്വാഇഫത്തിൻ, ഒരു വ്യക്തിക്കോ ഒരു സംഘത്തിൻ്റെയോ പേരുള്ള കക്ഷിത്വങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയോട് കക്ഷിത്വം, അതിൻ്റെ പേരിൽ ആ സംഘത്തിൻ്റെ പേരിൽ കക്ഷിത്വം. ഈ പാർട്ടിയിലുണ്ടോ ഓരോ അംഗീകരിക്കും, അതിന് ഒരാളില്ലേ ഓൻ എത്ര വലിയ സലഫിയായിട്ടും അംഗീകരിക്കൂല എന്നാണെങ്കിൽ ആ പാർട്ടി പറ്റൂല, അത് ശരിയല്ല. അതാണ് സലഫികളുടെ പ്രത്യേകത. മറ്റൊന്ന് വമിൻഹ അന്ന അഖ്ദൽ വലാഇ വൽ ബറാഇ വൽ മുവാലാത്തി വൽ മുആലാത്തി ലദൈഹിം ഇന്നമാ ഹുവ അൽ ഇസ്ലാം ലാ ഗൈർ. വലാ ബറാഅകൾ, ബന്ധങ്ങളും ബന്ധവിച്ഛേദനങ്ങളും അത് സംഘടനയുടെ പേരിലായിക്കൂടാ, അത് ദീനിന്റെ പേരിലേ ഉള്ളൂ. ശരിയായ അഖീദ സ്വീകരിക്കുന്ന ആരോടും ബന്ധമുണ്ട്, അത് തെറ്റിപ്പോകുന്ന ആരോടും നമുക്ക് ചില ബന്ധങ്ങൾ മുറിച്ചു കളയേണ്ടി വരികയും ചെയ്യും. അല്ലാതെ നമ്മളെ പാർട്ടികളോട് മാത്രം വലാ, നമ്മളെ പാർട്ടിയിലേക്ക് ബറാ എന്നാണെങ്കിൽ അത് പറ്റില്ല. സംഘടനയുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വലാ ബറാ പാടില്ല. ബന്ധങ്ങളും ബന്ധവിച്ഛേദനങ്ങളും പാടില്ല. ദീനിന്റെ പേരിൽ, അഖീദയുടെ പേരിൽ, നിലപാടിന്റെ പേരിൽ, മൻഹജിന്റെ പേരിലാണ് ബന്ധങ്ങളും ബന്ധവിച്ഛേദനങ്ങളും ഉണ്ടാവേണ്ടത്. അതാണ് സലഫികളുടെ പ്രത്യേകത. ഇലാ ഉലി മഹാല, ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്, ദീൻ നിലക്കണമെങ്കിൽ ജമാഅത്ത് സംഘങ്ങൾ വേണം, സംഘമുണ്ടാകണമെങ്കിലോ ഇമാമ് വേണം, ഇമാമ് നിലക്കണമെങ്കിൽ അനുസരിക്കണം, അത് ബാധ്യതയാണ്. പക്ഷെ ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം. കമാ ഖാല ഉമർ ഖത്താബ് പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ബി ജമാഅത്തിൻ വലാ ജമാഅത ഇല്ലാ ബി ഇമാനത്തിൻ വലാ ഇമാനത ഇല്ലാ ബി ഇത്വാഅത്തിൻ. ഉമർ ഖത്താബിന്റെ വാചകമാണ്. ലാ ഇസ്ലാമ ഇല്ലാ ബി ജമാഅ, ജമാഅത്ത് കൊണ്ടല്ലാതെ ഇസ്ലാമില്ല, സംഘമായി കൊണ്ടല്ലാതെ ഇസ്ലാമില്ല. ഒറ്റ കൊല്ലത്ത് നിന്നാൽ ഇസ്ലാം പൊളിഞ്ഞു പോകും. കൂട്ടമായി സംഘമായി നിൽക്കുമ്പോഴേ ഇസ്ലാം തന്നെ നിലക്കുള്ളൂ. അപ്പോഴേ പള്ളിയുള്ളൂ, അപ്പോഴേ ദഅവത്തുള്ളൂ, അപ്പോഴേ ക്ലാസ്സുകളുള്ളൂ, അപ്പോഴേ ദീനിയായ എല്ലാ പ്രവർത്തനങ്ങളുള്ളൂ. എല്ലാവരും ഒറ്റയ്ക്ക് നിന്നാലോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ലാ ഇസ്ലാമ ഇല്ലാ ബി ജമാഅ, ഇസ്ലാം നിലനിൽക്കുകയില്ല ഇല്ലാ ബി ജമാഅത്തിൻ, സംഘമായി കൊണ്ടല്ലാതെ. വലാ ജമാഅത ഇല്ലാ ബി ഇമാനത്തിൻ, ജമാഅത്ത് നിലനിൽക്കുകയില്ല നേതൃത്വമില്ലാതെ. ഒരു സംഘമാണോ ആ സംഘത്തിന് നേതൃത്വം വേണം. നേതൃത്വം ഒന്നും വേണം, നേതാക്കന്മാരൊന്നും വേണ്ട, പ്രസിഡന്റ് സെക്രട്ടറി അമീറൊന്നും വേണ്ട, എല്ലാവരും ഒരേപോലെ എന്നാലോ അത് പൊളിയുള്ളൂ, അത് പറ്റൂല. നമ്മളെ ഭാഷയിൽ പറയലോ, നാഥനില്ലെങ്കിൽ പിന്നെ നായപ്പെടാന്ന്. നായപ്പെട എങ്ങനെയാണ്? നേതാവ് ഉണ്ടാവില്ല, ഒരിടത്ത് കൂക്കി എല്ലാ നായ്ക്കളും കൂക്കും, അതാ നായപ്പെടാറുണ്ട്. അതിന് നേതൃത്വം ഒന്നും ഉണ്ടാവില്ല, അത് പറ്റൂല. ജമാഅത്ത് വേണം, സംഘം വേണം, സംഘത്തിന് നേതൃത്വം വേണം. ആ നേതൃത്വം നിലക്കണമെങ്കിലോ വലാ ഇമാനത ഇല്ലാ ബി ഇത്വാഅത്തിൻ, നേതൃത്വം നിലക്കണമെങ്കിലോ അനുസരിക്കുകയും വേണം. നേതാക്കന്മാരെ പല അനുസരിക്കണം, നേതാക്കന്മാരെ അനുസരിക്കില്ല എന്നാണെങ്കിലോ അത് വലിയ പ്രയാസമുണ്ടാക്കും. പക്ഷെ അത് ഏതർത്ഥത്തിലാവണം? ഇതുവരെ പറഞ്ഞ ആ നിലക്കാവണം. ആ നേതാവ് ഖുർആനെതിരായി പറഞ്ഞാലോ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സംഘം ഒന്നിച്ച് ദീനെതിരായി തീരുമാനിച്ചാലോ ഇല്ല, ആ തീരുമാനത്തിന് ഒരു വിലയുമില്ല. പ്രമാണങ്ങൾക്കാണ് മുൻതൂക്കം. നബിയാണ് നമുക്ക് മാതൃക, നബിയോടാണ് നമ്മുടെ തഅസ്സുബ്, പക്ഷപാതിത്വം. ദീനിന്റെ പേരിലാണ് വലാ ബറാഅകൾ, അല്ലാത്തത് നമുക്കില്ല. ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജമാഅത്ത്,
ആ ജമാഅത്ത് നിലനിൽക്കാൻ ആവശ്യമായ നേതൃത്വം, ആ നേതൃത്വത്തെ അനുസരിക്കുക, അത് അനിവാര്യമാണ് എന്ന് ഉമർ ഖത്താബിൻ്റെ വചനമെടുത്തുകൊണ്ട് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി അദ്ദേഹം കൊടുക്കുന്നു. ഹാദാ ഹുവൽ മഫ്ഹൂമു ശർഈയ്യു ലിജമാഅത്തിൽ മുസ്ലിമീൻ. മുസ്ലിം സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആശയം. ഒരു മുസ്ലിം സംഘം, മുസ്ലിം സംഘടന, ഇസ്ലാമിക സംഘടന, ഇസ്ലാമിക സംഘം എന്നൊക്കെ പറഞ്ഞാൽ ഈ അർത്ഥത്തിലായിരിക്കണം. മുതആഖൂന അലാ മിൻഹാജി നുബുവ്വതി അൽ കിതാബി വസ്സുന്ന. കിതാബും സുന്നത്തുമാകുന്ന മിൻഹാജു നുബുവ, നുബുവത്തിന്റെ മിൻഹാജ്, അതാണ് അതിനടിസ്ഥാനത്തിലാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ, സാഹോദര്യം സ്ഥാപിക്കുന്നത്. ഒരു സാഹോദര്യം മുസ്ലിമീങ്ങൾ തമ്മിലാണ്, ദീനിന്റെ പേരിലാണ്. അതിലവർക്ക് ഇമാമ് ഒരു നേതൃത്വം ഉണ്ടാവുകയും വേണം എന്നർത്ഥം. ഇതാണ് മൊത്തം മുസ്ലിമീങ്ങൾക്കുള്ള ശരിയായ ബന്ധം എന്ന് അദ്ദേഹം ശേഷം പറയാണ്. എന്നാൽ ഇതൊക്കെ മാറിപ്പോയ ആളുകൾ, ഇതൊന്നും പാലിക്കാതെ പോകുന്ന ആളുകൾ അവർ മുസ്ലിം ഉമ്മത്തിന് ഫിത്നകൾ ഉണ്ടാക്കും, അവിടെ ഭിന്നിപ്പുകൾ വിതക്കും, ഒരു കാര്യമില്ലാതെ ഭിന്നിപ്പുണ്ടാക്കും. അവർക്ക് ബന്ധം ഖുർആനോടല്ല, സുന്നത്തിനോടല്ല, മൻഹജിനോടല്ല, സലഫുകളോടല്ല, അഖീദയോടല്ല, സ്വന്തം പാർട്ടിയോടായിരിക്കും, സ്വന്തം ചില നേതാക്കന്മാരോടായിരിക്കും. ആ നേതാക്കന്മാർക്ക് വേണ്ടി ഭിന്നിപ്പുണ്ടാക്കും, നേതൃത്വത്തിന് വേണ്ടി അവർ കക്ഷിത്വമുണ്ടാക്കും, സംഘടനയ്ക്ക് വേണ്ടി ഭിന്നിപ്പുണ്ടാക്കും. സംഘടന പിടിച്ചടക്കാൻ, സംഘടനയിൽ സെക്രട്ടറി ആവാൻ, പ്രസിഡന്റ് ആവാൻ, സംഘടനയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഭിന്നിപ്പുണ്ടാക്കുക. അത് അഹ്ലുസുന്നയുടെ സലഫികളുടെ രീതിയല്ല. അവർ നിലകൊള്ളുന്നത് അഖീദയുടെ വിശ്വാസത്തിന്റെ പേരിലാണ് എന്നർത്ഥം. ഫൽ ഹദറ അൽ ഹദറ മിൻ ഹാദിഹിൽ ജമാഅത്തിൽ മശ്ബൂഹ. ആ നിലക്കുള്ള സംഘങ്ങളിൽ നാം ജാഗ്രത പാലിക്കണം. അത്തരം സംഘങ്ങളുടെ ബലിയാടുകളായി നമ്മൾ മാറിക്കൊള്ളുക. സംഘടനാ ജീവിയായിട്ട് മാറി സംഘടന എന്തു പറഞ്ഞാലും സ്വീകരിക്കുക, സംഘടന എന്ത് തീരുമാനിച്ചാലും നോക്കുക. ഞാൻ അപ്പുറത്തെ 1000 ദിവസം കൊണ്ട് ഓതണ്ട, ഞങ്ങളുടെ സംഘടന തീരുമാനതാണ് എന്നാണെങ്കിൽ ആ സംഘടന പറ്റില്ല, അതിന് ചേരാനും പറ്റില്ല, അതിന് കൂടെ പ്രവർത്തിക്കാനും പറ്റില്ല. അത്തരം സംഘടനയുടെ ബലിയാടുകളായി മാറാൻ നമ്മോട്ട് നിന്ന് കൊടുക്കാനും പാടില്ല. അതുകൊണ്ട് ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളും മാത്രമേ ഉണ്ടായി വരുള്ളൂ. ആ സംഘടന മുന്നോട്ട് പോകും തോറും ഭിന്നിപ്പ് കൂടി വരും. കാരണം അതിന് പറ്റത്തനൊക്കെ പുറത്താക്കും. അതിന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഓനെ നോട്ട് ചെയ്യും, എന്നിട്ട് ഓനോട് പിന്നെ ബന്ധം മുറിക്കും, അത് വേറെ പ്രശ്നമായി മാറും. അതൊന്നും പാടില്ല. അഖീദ പഴിച്ചാൽ പറഞ്ഞു കൊടുക്കാം, മൻഹജ് തെറ്റിയാൽ അവിടെ പറഞ്ഞു കൊടുക്കാം. അത് മാത്രമേ അവർക്ക് അസുലായിട്ട് ഉള്ളൂ എന്നർത്ഥം. ഇതാണ് സലഫിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസുലി. എന്നാൽ അതിനൊക്കെ ഇന്ന് ആളുകൾ മാറി എന്ന് അദ്ദേഹം ഒരു വേദനയോടുകൂടി അദ്ദേഹം പറയാണ്. അതിനൊക്കെ അവസ്ഥകൾ മാറി. അദ്ദേഹം സൗദി അറേബ്യയിലെ സാഹചര്യം പറയാം. അന്ന് ഉണ്ടായ ചില ഫിത്തനകൾ, അന്നുണ്ടായ ചില രാഷ്ട്രീയമായ കലാപങ്ങൾ, ഫൈസൽ രാജാവിൻ്റെ കാലത്തുള്ള ചില പ്രയാസങ്ങൾ, അതൊക്കെ അദ്ദേഹം ജീവിച്ച പ്രകാരം അതാണ്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് ആളുകൾക്ക് മാറ്റം വന്നു, ഇതൊക്കെ വിട്ടു, ആളുകൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ വന്നു, രാഷ്ട്രീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി സ്വകാര്യമായി യോഗം ചേരുന്നു, ഈ വക വഴികളൊക്കെ ഇന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്നത്തെ ചില വിപ്ലവങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആ വേദന അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും 7ാമത്തെ അസുല് ഇതാണ്. അഥവാ അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാണ്, അവരുടെ വീക്ഷണങ്ങൾ വ്യക്തമാണ്. അത് അല്ലാത്ത മറ്റേതെങ്കിലും കക്ഷിത്വങ്ങളോ പക്ഷപാതിത്വങ്ങളോ ഹവകളോ അവർ സ്വീകരിക്കുകയില്ല. ഇനി 8ാമത്തെ അസുൽ, അൽ അസ്ലു സാമിൻ. 8ാമത്തെ അസുൽ ഇൽതിസാമുന ബിമാ ദല്ല അലൈഹി കിതാബു വസ്സുന്നത്തു വഅജ്മഅ അലൈഹി സലഫുൽ ഉമ്മത്തി ഫീ മുആമലത്തി അഇമ്മത്തിനാ വഹുക്കാമിന. മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം രാജ്യം ഭരിക്കുന്ന ആളുകൾ, അവരോടുള്ള സമീപനങ്ങളിലും ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിച്ചത് അതാണ് നാം മുറുകെ പിടിക്കുക. നമ്മുടെ മുൻഗാമികൾ എന്താണോ ഇജ്മാ ആയി പറഞ്ഞത് അതാണ് നമ്മുടെ നിലപാട്. ഭരണാധികാരികൾ ഏത് കാലത്തും വ്യത്യസ്ത രൂപത്തിലുണ്ടാവാം. ഇസ്ലാമിക ഭരണാധികാരികൾ എല്ലാവരും എല്ലാ കാലത്തും ഏറ്റവും മുന്തിയ മനുഷ്യന്മാരായിട്ടൊന്നുമില്ല. അത് മാറി മാറി വരും. നല്ല രാജാക്കന്മാരുണ്ടാകും, ചില പോരായ്മകളുള്ള രാജാക്കന്മാരുണ്ടാകും. അത് ഖുലഫാ റാഷിദീന്റെ കാലം കഴിഞ്ഞാൽ പിന്നീട് വന്ന എല്ലാ ഭരണകൂടത്തും അങ്ങനത്തെ അബ്ബാസി കാലഘട്ടം, അമവി കാലഘട്ടം, അല്ല ശേഷമുള്ള കാലഘട്ടം ഏതെടുത്താലും രാജാക്കന്മാരൊക്കെ ഭയങ്കര മുത്തഖീകളും മുഅ്മിനീങ്ങളും ഔലിയാക്കന്മാരുമായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ അവിടെ അവരോടുള്ള നിലപാട് എന്താണ്? ഭരണാധികാരികൾ തെറ്റുകൾ ചെയ്തേക്കാം, അബദ്ധങ്ങൾ പറ്റിയേക്കാം, പോരായ്മകൾ ഉണ്ടായേക്കാം, ചില അക്രമങ്ങൾ ചെയ്തേക്കാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ നിലപാട് എന്ത്? അതോടുകൂടി ഓരോ തള്ളിപ്പറഞ്ഞ പോലെ ഒഴിവാക്കി ഓരൊന്നും ശരിയല്ല, ഓരൊന്നും അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയലാണോ? അവിടെ ഖുർആന്റെയും സുന്നത്തിന്റെയും അധ്യാപനമുണ്ട്, സലഫു സ്വാലിഹികളുടെ മാതൃകയുണ്ട്. മുൻകാല പണ്ഡിതന്മാരെല്ലാം രാജാക്കന്മാരെ പീഡിപ്പിക്കപ്പെട്ടവരുടെ പല ആളുകളും
ഇമാം ബുഖാരി മുതൽ ഇമാം മാലിക് മുതൽ ഇമാം ഷാഫി മുതൽ ഇമാം അഹ്മദ് മുതൽ ഇബ്നു തൈമിയ മുതൽ ഇബ്നു ഖയ്യിം മുതലൊക്കെ രാജാക്കന്മാരെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അവരൊക്കെ സ്വീകരിച്ചു പോകുന്ന നിലപാടുണ്ട്. ആ നിലപാടായിരിക്കണം നമ്മുടെയും നിലപാട്. അതിനൊക്കെ മാറിയിട്ട് നമ്മളപ്പോഴേക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴിയാ അവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ അതൊക്കെ നാശായി ഓളൊന്നും ഇപ്പം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആകെ ചവിട്ടിപ്പലിച്ച് പോകുന്ന ശൈലികൾ അത് കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവുകയില്ല. അപ്പം സലഫികൾ ആ മാർഗം സ്വീകരിക്കില്ല. നമ്മുടെ ഭരണകർത്താക്കളെ നാം അനുസരിക്കുന്നു ഫീ ഗൈരി മഅസിയ, കുറ്റകരമല്ലാത്ത കാര്യങ്ങളിൽ. ഒരു ഹറാമായ കാര്യം ചെയ്യാൻ ഭരണാധികാരി കൽപ്പിച്ചാലോ അത് ചെയ്യേണ്ട കാര്യമില്ല, അനുസരിക്കേണ്ട ബാധ്യതയില്ല. എന്നാൽ അത് കൽപ്പിച്ചതിൻ്റെ പേരിൽ ആ ഭരണാധികാരി മൊത്തം തള്ളി പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ആ കാര്യം അനുസരിക്കേണ്ട. എന്നാലും ഭരണാധികാരി തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ ഭരണാധികാരി എന്ന നിലയ്ക്ക് അംഗീകരിക്കുകയും നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുസ്ലിമായ ഭരണകർത്താവിന് എതിരായി പുറപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിലപാട്. ആ ഭരണാധികാരിയുടെ തിന്മകൾ എത്ര വർദ്ധിച്ചാലും ശരി, എത്ര അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരി ആണെങ്കിലും ശരി, അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല. ഭരണാധികാരികളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാനും പാടില്ല. ഭരണാധികാരികളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ അത് നമ്മൾ ഇടപെടാൻ, അത് പോലും പഠിച്ചോളും കൂടിക്കോളും, അത് അവർ ചെയ്യട്ടെ. അവിടെ നമ്മൾ ഇടപെട്ടുകൊണ്ട് അത് ശരിയായില്ല, അത് ശരിയായില്ല, അയാൾക്ക് അത്ര സമ്പാദ്യമുണ്ട്, ഇയാളെങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാൾ ആ പറഞ്ഞത് ശരിയല്ല, ഈ ചെയ്ത് ശരിയല്ല, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നോക്കാൻ. അത് നമ്മൾ ഇടപെടുകയില്ല. അവരോട് നമുക്ക് ഗുണകാംക്ഷയാണുള്ളത്. ആ ഗുണകാംക്ഷ എങ്ങനെയാണ്? ശർഈയായ മാർഗത്തിൽ. അവരോട് സ്വകാര്യമായിട്ടാണ് നസീഹത്തിന്റെ വാക്ക് നമ്മൾ പ്രയോഗിക്കുക. ഒരു ഭരണാധികാരി എന്തെങ്കിലും ഒരു വേണ്ടാവൃത്തി ചെയ്താൽ ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല. ആ രാജാവ് എങ്ങനെ, അയാൾ എങ്ങനെ മുസ്ലിമായ, എന്ത് ഇസ്ലാമാണ്, അയാൾ എന്ത് രാജാവാണ്, അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അതല്ല ശരി. അയാളുടെ സ്വകാര്യമായി അത് ശ്രദ്ധയിൽപ്പെടുത്താൻ എന്താണോ ആ രാജ്യത്തെ സിസ്റ്റം, ആ സിസ്റ്റം ഉപയോഗിക്കാം. നിനക്കിതിനെ പറയാൻ വഴിയുണ്ടോ? പറയാം. അല്ല അവരേക്ക് എത്തിക്കാൻ വരെ മാർഗമുണ്ടോ? അത് എത്തിക്കാം. ജനങ്ങൾക്കിടയിൽ പരസ്യമായി ആ ഭരണാധികാരിയെ പറ്റി ഇങ്ങനെ മോശം പറഞ്ഞിട്ട് എന്തുണ്ടാവാനാണ്? അവിടെ എന്താ കാര്യം ഉണ്ടാവുക? അവരിലേക്കൂടെ എത്തുകയുമില്ല, ഇവിടെ ഫിത്ന ഉണ്ടാവുകയും ചെയ്യും. അത് സലഫുകളുടെ മാർഗമല്ല. ആ ഭരണാധികാരികളും നന്നായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അത് സ്വകാര്യമായും പ്രാർത്ഥിക്കണം, പരസ്യമായും പ്രാർത്ഥിക്കണം. പരസ്യമായി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സ്വകാര്യത്തിലും ഒരു ഭരണാധികാരി തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അവർ നന്നാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ നീ അവരെ നന്നാക്കണേ, അവരെ നീ കുറച്ചുകൂടി നേരെ വഴിക്ക് കൊണ്ടുവരണേ എന്ന് സ്വകാര്യമായും പ്രാർത്ഥിക്കണം, പരസ്യമായും പ്രാർത്ഥിക്കണം. അതാണ് ശരിയായ മുൻഗാമികളുടെ മാർഗം. കാരണം അവർ നന്നായാൽ നാടിന് നന്മയാണ്, ആളുകൾക്കും നന്മയാണ്. ഓരോ മോശാന്ന് വെച്ച് തീർത്തിട്ട് എന്താ കിട്ടാനുള്ള? ഒന്നും കിട്ടാനില്ല. പീഡിയക്കൊരായ്മ നിന്നിട്ട് ഓലെ പറ്റി മോശം പറയാം, സോഷ്യൽ മീഡിയ ഓലെ പറ്റി കുറ്റം പറയാം. അവിടെ എന്ത് നേട്ടമുണ്ട്? ഒരു നേട്ടമില്ല. അവർ നന്നായി കിട്ടിയാലോ എല്ലാവർക്കും നേട്ടമുണ്ട്. അപ്പം അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അതാണ് ചെയ്യേണ്ടത്. അവരിലേക്ക് കയറി ചെല്ലേണ്ടത് ഒന്നിന് ഗുണകാംക്ഷയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ഒരു അന്യായമായി ഒരു പീഡനം ഏൽക്കേണ്ടി വന്നു, ആ വിഷയത്തെ അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേണമെങ്കിൽ ചെല്ലാം. ഇതല്ലാതെ അവർക്കെതിരെ പുറപ്പെടുന്നില്ല. അതോടൊപ്പം ആ ഭരണാധികാരിയുടെ കൂടെ നിന്നുകൊണ്ട് ജിഹാദ് ചെയ്യൽ ബാധ്യതയുമാണ്. ആ ഭരണാധികാരി ആവശ്യപ്പെട്ടു ജിഹാദിന് ഇറങ്ങാൻ, ഇത് ആൾ എന്ത് രാജാവാണ്, അയാളെപ്പം ഇറങ്ങാൻ പറ്റില്ല എന്നല്ല, അവിടെ ഇറങ്ങിയേ പറ്റൂ. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരാൾ ചീത്ത പറയുകയാണെങ്കിൽ ആ ചീത്ത പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കണം. അവരെ പോരായ്മകളെ പരസ്യപ്പെടുത്തുന്ന ആൾ അത് നമ്മൾ എതിർക്കണം. പാടില്ല, അല്ല ചെയ്യാൻ പാടില്ല, അല്ല പറയാൻ പാടില്ല എന്ന് പറയും. ഇസ്ലാമിക രാജ്യത്ത് ഭരിക്കുന്ന
ഭരണാധികാരിക്കെതിരായി ഒരുത്തം പറയുകയാണെങ്കിൽ അത് എതിർക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ശരിയല്ല, പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതല്ല വേണ്ടത് എന്ന് പറയണം. കാരണം എന്താ, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന എന്താണ്, ആളുകൾ നാഗതിന് എതിരേറ്റിളകും, ജനങ്ങൾ മൊത്തം ആ ഭരണത്തിനെതിരായിട്ട് പുറപ്പെടും, അതൊരു വലിയ വിപ്ലവമായി മാറും, നാട്ടിൽ മൊത്തം കുഴപ്പങ്ങളും അരാജകത്വം ഉണ്ടാകും. വേറൊന്നുമില്ല, എല്ലാം കൂടി ഇറങ്ങി സിന്ദാബാദ് വിളിച്ച് ഇങ്കിലാബ് വിളിച്ച് ആ ഭരണാധികാരി അത് കൊന്നു വിചാരിക്കാം. എന്തപ്പോൾ കിട്ടണാവുക? ഒരു കാര്യമില്ല. കുറേ ഫിത്ന ഉണ്ടായി എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ആ വക വഴികൾ ചെയ്യാൻ പാടില്ല. ഇത് ഷെയ്ഖ് റഹ്മത്ത് പ്രത്യേകം പറയാണ്. ഇവിടെ ദുറൗസരിയയിൽ ഷെയ്ഖ് അല്ലാമ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ചില മാർഗദർശനങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അന്നത്തെ കാലത്തുണ്ടായ ചില ഫിത്നകളെ മുൻനിർത്തിക്കൊണ്ട് അവർ പറഞ്ഞ ചില ഉപദേശങ്ങൾ അത് അദ്ദേഹം പ്രത്യേകമായി ഇവിടെ എടുത്തു കൊടുക്കുന്നു. അഥവാ അദ്ദേഹം വെച്ച മുൻഗാമികളായ ആളുകൾ നമുക്കിതിൽ മാതൃകയുണ്ട്. ഭരണാധികാരികൾ എത്ര മോശം ചെയ്താലും അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായ മാർഗദർശനമുണ്ട്. അത് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഫിത്നയുണ്ടാക്കുന്ന ആളുകൾ അവർ അറിയുന്നില്ലല്ലോ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഭരണാധികാരികൾ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഒറ്റപ്പെട്ട ചില ഭരണാധികാരികളല്ലാത്ത ബാക്കി എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ പോരായ്മകൾ ഉള്ളവർ തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും മാതൃകയായിട്ട് എടുത്തു പറയാവുന്ന ഭരണാധികാരികൾ ലോകത്ത് കുറച്ചുണ്ടായിട്ടുള്ളൂ. ഓരോ ഈമാനിലും ഓരോ അക്കീദയിലും ഓരോ തഖ്വയിലും അവരുടെ ഇബാദത്തിലും അവരുടെ ഇൽമിലും എല്ലാ രംഗത്തും വല്ലാത്ത മാതൃകയായി പറയാവുന്ന രാജാക്കന്മാർ അത് ലോക ചരിത്രത്തിൽ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. അല്ലാത്തവർക്കെല്ലാം എന്തെങ്കിലും പോരായ്മകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ദുൽമകൾ ചെയ്തവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വ്യത്യസ്തമായ ഫസാദുണ്ടാക്കിയവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ രാജാക്കന്മാരുടെ കാലത്തെല്ലാം പണ്ഡിതന്മാരും ജീവിച്ചു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ ആ രാജാക്കന്മാർ കാണിച്ച നിലപാട് എന്തായിരുന്നു അത് നോക്കിയാൽ മതി. അന്നൊക്കെ ജീവിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ. ഇമാം ബുഖാരി ജീവിച്ച കാലം, ഇമാം അഹമ്മദ് ജീവിച്ച കാലം, ഇമാം ഷാഫിയുടെ കാലം, ഈ കാലഘട്ടങ്ങളിലും രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാർ വമ്പൻ ദുൽമകൾ ചെയ്ത രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരോട് ആ പണ്ഡിതന്മാർ എന്ത് നിലപാട് സ്വീകരിച്ചു അത് നോക്കിയാൽ മതി. അദ്ദേഹം ഒരുപാട് ഉദാഹരണം കൊടുക്കുക. അദ്ദേഹം പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി വലിയ അക്രമം ചെയ്ത ആളാണ്. പരസ്യമായി മദ്യപിച്ച ആളാണ്. മിമ്പറിൽ കയറി കൊലവിളിയെടുത്ത ആളാണ്. ഹജ്ജാജിനെതിരെ ചില ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഹജ്ജാജ് മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചു, ചില തലകളൊക്കെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്, മൂത്ത് പാകമായിരിക്കുന്നു, പറിക്കാൻ സമയമായിട്ടുണ്ട്, ഞാനായിരിക്കും പറിക്കുക എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഹജ്ജാജ്. ചില തലയ്ക്ക് മൂത്ത് പഴുത്തിട്ടുണ്ട്. മൂത്ത് പഴുത്താൻ എന്ത് ചെയ്യാം? പറിച്ചെടുക്കണം. അപ്പൊ ചില തല പറിക്കാനായിട്ടുണ്ട്, ഞാനത് പറിക്കുമെന്ന് മിമ്പമെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ ഹജ്ജാജിന്റെ കാലത്ത് ജീവിച്ച സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ ഹജ്ജാജിന്റെ പിറകിൽ പോയി മഅ്മൂമായി നിസ്കരിക്കുമായിരുന്നു. കാരണം ഭരണാധികാരിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. അത് പറ്റുകായിട്ട് ഇറങ്ങിപ്പോയി എന്തുണ്ടാവുക? കുറെ ഫിത്ന വേറെ ഉണ്ടാവും. കുറച്ചാൾ ഓലപ്പം കൂടും. അപ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ കക്ഷികളായി മാറി. അവിടെ രാജാവിനെതിരെ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കിട്ടുന്ന നന്മകളെ ഉപയോഗപ്പെടുത്താം. അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവർ കൽപ്പിക്കുന്ന നന്മയുള്ള കാര്യങ്ങൾ അനുസരിക്കാം. അള്ളാഹ്ക്ക് എതിരായ കാര്യം പറഞ്ഞാലോ ആ കാര്യം അനുസരിക്കേണ്ട ബാധ്യതയില്ല. ഇതാണ് അവർ ചെയ്ത മാതൃക. ദുൽമ കൊണ്ട് വ്യത്യസ്തമായ വഴികളിൽ പോരായ്മ കൊണ്ട് അറിയപ്പെട്ടതാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് അദ്ദേഹം. താബിഴിയായ സഈദ് ബിൻ ജുബൈറിനെ കൊന്നുകളഞ്ഞാണ്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ ഹറമിൽ വെച്ചാണ് കൊന്നുകളഞ്ഞത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ട ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാൽ അക്രമത്തിൽ ജീവിച്ച വക്കാന ഇബ്നു ഉമർ വമൻ അദ്റകൽ ഹജ്ജാജ മിന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുനാസിഉനഹു. ഹജ്ജാജിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഇബ്നു ഉമർ അടക്കമുള്ള അനസ് റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബിമാർ അവരാരും ആ ഭരണാധികാരിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഈ ഭരണാധികാരം അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കി അവരാരും ഇറങ്ങിയിട്ടില്ല. മാത്രവുമല്ല ولا يمتنعون من طاعته فيما يقوم به الإسلام ويكمل به الإيمان.
ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ഈമാന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ എന്ത് കാര്യം അവരൊക്കെ കൽപ്പിച്ചാലും അതൊക്കെ അവർ അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. നിങ്ങളാരാ കൽപ്പിക്കാൻ, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. കിട്ടുന്ന ലാഭങ്ങളൊക്കെ പരമാവധി ദീനിന് വേണ്ടി ഉള്ള ലാഭങ്ങൾ വ്യക്തിപരമായിട്ടല്ല, ദീനിനെ അവരെ കൊണ്ട് എന്ത് കിട്ടിയോ അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തി. ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടവരൊക്കെ, ആ രാജാക്കന്മാർ നാട്ടിലൊക്കെ പള്ളി ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, പണ്ഡിതന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതൊക്കെ ഉപയോഗപ്പെടുത്തി. അതാണ് അവർ ചെയ്തു പോകുന്നത്. وكذلك من في زمنه من التابعين كابن المسيب والحسن البصري وابن سيرين وإبراهيم التيمي وأشباههم ونظرائهم من صلاة الأمة. അന്ന് ജീവിച്ചപ്പോൾ താബിഈകളും അങ്ങനെ തന്നെയാണ്. സഈദ് മുസയ്യിബിനെ പോലെ, ഹസൻ ബസ്രിയെ പോലെ, ഇബ്നു സീരീനെ പോലെ, ഇബ്രാഹിം തൈമിയെ പോലെ ഒക്കെ താബിഈങ്ങൾ ഈ കാലത്ത് ജീവിച്ചവരാണ്. അവരുടെയും മാതൃക അതായിരുന്നു. അവരാരും ആ ഭരണത്തിനെതിരായി പുറപ്പെട്ടിട്ടില്ല. അതാണ് പിന്നീട് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായത്. അതെന്താണ്? എല്ലാ ഭരണാധികാരിയുടെയും പിറകിൽ നിൽക്കുക. നബി ഞങ്ങൾ പഠിപ്പിച്ച പോലെ മഅകുല്ലി ഇമാമിൻ ബർരിൻ വഫാജിർ, നല്ലവനാണെങ്കിലും ശരി തെമ്മാടിയാണെങ്കിലും ശരി എല്ലാ ഭരണാധികാരികളുടെ പിറകിൽ നിൽക്കലും അനുസരിക്കലും തന്നെയാണ് നമ്മുടെ മാതൃക. അത് അഖീദ കിതാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശേഷം അബ്ബാസി ഖിലാഫത്തിൽ സമാനമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പലരെയും കൊന്നുകളഞ്ഞു. പക്ഷേ അന്ന് ജീവിച്ച പണ്ഡിതന്മാർ, ആ കാലത്ത് ജീവിച്ചവരാണ് ഇമാം ഔസാഇ, ഇമാം മാലിക്, ഇമാം സുഹരി, ഇമാം ലൈസ്, ഇമാം അത്വാ, ഇവരൊക്കെ ജീവിച്ചു. അവരുടെ നിലപാട് നിന്നു. അവരൊക്കെ മഹാഉലാൽ മുലൂക്കി ലാ തഖ്ഫ അലാ മൻ ലഹു മുശാറകത്തുൻ ഫിൽ ഇൽമി വത്തിലാഅ്. ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അന്നത്തെ രാജാക്കന്മാരുമായി എങ്ങനെ പെരുമാറി എന്ന് അന്നത്തെ ചരിത്രത്തിലുണ്ട്. അത് വായിച്ചു പഠിച്ച ഒരാൾക്ക് അതറിയാതെ പോകില്ല. അപ്പം എല്ലാ കാലത്തുമുള്ള പൊതുവായ കാര്യമാണിതൊക്കെ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്നാലോ, ഇമാം അഹ്മദ്, ഇമാം ബുഖാരി, ഇമാം ഷാഫിഈ, അഹ്മദ് നസ്ർ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി വഇഖ്വാനുഹും, സമാനരായ അക്കാലത്ത് ജീവിച്ച ആളുകൾ. അവരോ വഖഅ ഫി അസ്ലിഹിം മിൻ മുലൂക്കി മാ വഖഅ ബിദ്അഇൽ ഇളാം. ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാർ വലിയ വലിയ ബിദ്അത്തുകൾ കൊണ്ടുവന്ന ആളുകളാണ്. റബ്ബിന്റെ സിഫത്തുകൾ നിശ്ചയിച്ചവരാണ്, അതിലേക്ക് ക്ഷണിച്ചവരാണ്. മുഅ്തസിലി ആശയം രാജ്യത്തെ ഔദ്യോഗിക ആശയമായി പ്രഖ്യാപിച്ചവരാണ് ആ കാലത്തൊക്കെ. അതിലേക്ക് ക്ഷണിച്ചു. അത് സ്വീകരിക്കാത്ത ആളുകളൊക്കെ അവർ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, ജയിലിലടച്ചു. ഇമാം അഹ്മദിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 70-ാമത്തെ വയസ്സിലെ ഇമാം അഹ്മദ് അറസ്റ്റ് ചെയ്തു. 2.5 കൊല്ലം ജയിലിൽ കിടന്നു. ചാട്ടവാറ കൊണ്ട് അടി കിട്ടി. 2 കാതിലും ഭാരമുള്ള ചങ്ങല കൊണ്ട് ബന്ധിച്ചു. 40 റാത്തൽ ഭാരമുള്ള ചങ്ങലയാണ് അവരൊക്കെ ബന്ധിക്കാൻ ഉപയോഗിച്ചത്. കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ പരസ്യമായി ജനമധ്യത്തിൽ കൊണ്ടുപോയി അന്നത്തെ പണ്ഡിതന്മാരെ. ആ പണ്ഡിതന്മാർ ആ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തു. അവർക്കെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അവർക്കെതിരായി വിപ്ലവം നയിച്ചിട്ടില്ല, അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ ആളുകളെ ആഹ്വാനം ചെയ്തിട്ടില്ല. അവർക്ക് അനുകൂലമായി പറഞ്ഞു, ഒരു നന്നാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞല്ലോ, എനിക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള ദുആ ഉണ്ടെങ്കിൽ ഞാനത് രാജാവിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇമാം അഹ്മദിനെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ച ആൾക്ക് വേണ്ടിയും അദ്ദേഹം അനുകൂലമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിൽ നമുക്കൊരു മാതൃകയുണ്ട്. അല്ലാതെ അവിടെ നിന്നും അതിനെതിരായി ഇറങ്ങിപ്പുറപ്പെടുന്ന ശൈലി അല്ല ഉള്ളത്. അതാണ് സലഫികൾ ഈ രംഗത്ത് സ്വീകരിക്കുന്ന മാർഗം. അല്ലാതെ ഒരു ഭരണാധികാരി അത് എന്തെങ്കിലും മോശം ചെയ്യുമ്പോഴേക്ക് എല്ലാം തള്ളിപ്പറഞ്ഞ് പഴയ പോലെ ഒന്നുമല്ല, അപ്പൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് വഴങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരായി പറയുന്ന ശൈലി സലഫികളുടെ ശൈലിയല്ല. എന്നാൽ അവർ ഇസ്ലാമിനെതിരായി കാര്യം കൽപ്പിച്ചാലോ അതനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഇസ്ലാമിന് അനുകൂലമായ കാര്യം പറയുന്ന കാലത്തോളം നമുക്കത് സ്വീകരിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് അവരും റബ്ബുമായി തീരുമാനിച്ചോട്ടെ. അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവിടെ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അവിടെ നന്നായി കിട്ടിയാൽ ദീനിന് ഉപകാരമാണ്, ഉമ്മത്തിന് ഉപകാരമാണ്, നാടിന് ഉപകാരമാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതാണ് സലഫി ദഅവത്തിലെ 8-ാമത്തെ അസ്ലി. അപ്പോൾ ഈ 7ഉം 8ഉം അസ്ലുകൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഇനി 9ഉം 10ഉം ഇൻഷാല്ലാഹ് ശനിയാഴ്ചയാണ് ഈ ക്ലാസ് ബാക്കിയുള്ളത്. അന്ന് നമുക്ക് ഇൻഷാല്ലാഹ് 9ഉം 10ഉം അസ്ലുകൾ അന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഖവായിദുൽ അർബഅ എന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ തൗഹീദുമായി ബന്ധപ്പെട്ട് ശിർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച റിസാല, ഒരു കൊച്ചുകൃതി, അത് നമുക്ക് പഠിക്കാം. ഏതാണെങ്കിലും ശരിയായ സലഫിയത്തിൽ ഊന്നി ശരിയായ അഖീദ സ്വീകരിച്ച് ശരിയായ മനഹജിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറകല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.